ഇപ്പൊ ആശുപത്രി എന്ന് പറഞ്ഞെങ്കിൽ കച്ചവടമായിട്ട് മാറിയന്. എല്ലാ ആശുപത്രിയല്ല, ഏകദേശം എല്ലാ ആശുപത്രി തന്നെ. എല്ലാ ആശുപത്രി അല്ല, ഏകദേശം എന്നാലും എല്ലാ ആശുപത്രി തന്നെ. ഇപ്പൊ എല്ലാം കച്ചവടം തന്നെ. വയലും കച്ചവടം, ദിക്കുറും കച്ചവടം, റാത്തിബും കച്ചവടം, യത്തീംഖാന കച്ചവടം, കോളേജ് കച്ചവടം, എല്ലാം പൊയ്യ കച്ചവടം പോലെ അതിനിപ്പോ. ഉസ്താദ് അങ്ങനെ ചെന്നിങ്ങനെ എല്ലാം ചൊന്നിട്ടില്ലപ്പ, എല്ലാം അങ്ങനമേ ഞാൻ ചൊന്നിട്ടില്ല. ഇതല്ല, ഇത് കച്ചവടമല്ല, ഇത് ശരി. ചിലടത്ത് ഉമ്മ മരിച്ച കിടാവ് അങ്ങനെ എത്തിമാവൂടോ? ഉമ്മ മരിച്ച കിടാവ് എത്തിമാ? നിങ്ങന്റെ മുണ്ടിൽ നിങ്ങൾക്ക് വയൽ തിരിഞ്ഞിട്ടില്ലേ, അല്ല നിങ്ങൾക്ക് വയൽ വേണ്ടേ, അല്ല നിങ്ങൾ വെയിച്ചിട്ടില്ലേ? ഉമ്മ മരിച്ച കിടാവ് എത്തിമാ? എത്തിമ ഖാനിൽ പോയിട്ട് നോക്കുറവുള്ള ഉമ്മ മരിച്ച കിടാവ് എത്ര ഉണ്ടോന്ന്. അപ്പൊ ഇപ്പോഴും പടി പോലെ പണിയെടുത്തുണ്ടോ അവിടെ? എല്ലാ ഡീറ്റെയിൽ ഞാനേ ചൊല്ലാണ്. എന്തൊക്കെ നാളെ ഫിത്തനാക്കുമല്ലേ ക്ലിപ്പാക്കിയിട്ട്. ഞങ്ങൾ ദീന് ചൊല്ല മുബീൻ. ആറ് എന്ത് വാടാന്ന് നന്റെ പോലമേ നിങ്ങളും പോയിട്ട് തെളിവ് കൊണ്ടുവരണം. നാന് മാത്രമല്ല കൊണ്ട് നിങ്ങൾക്ക് എന്തൊരു പിന്നെ പണി ഉള്ളു തരണം. നിങ്ങൾക്ക് പണിയൊന്നും ഇല്ല. എല്ലാ കച്ചവടമായിട്ട് മാറിയിരിപ്പോ. റാത്തിബും ദിക്റും ഔലിയാവും കറാമത്തല്ല കച്ചവട. നിങ്ങൾ നോക്കൂ, ആരും ഇല്ലാത്ത ടൈമിൽ പള്ളി കമ്മിറ്റി എടുക്കും. ആരുമല്ലൂടെ ആരും ഇല്ല, പൈസ ഇല്ല, എന്തുമില്ല, പള്ളിയുടെ ആളില്ല, എന്തുമില്ല, പള്ളിക്ക് ഇൻകം എന്തുമില്ല. അപ്പൊ കമ്മിറ്റിക്കും ആളില്ല, മീറ്റിംഗ് വിളിച്ചും ആറ് ബണ്ടും ഇല്ല. അവസാനം 4 ആൾ വന്നിട്ട് ഒരുത്ത മദ്രസ കെട്ടിയ, ഒരുത്ത വന്നിട്ട് മിനാര കെട്ടിയ, പിന്നെ വന്നിട്ട് നോക്കുമ്പോൾ റാത്തിബെല്ലായി, കുറച്ച് ഉത്പത്തിയായി, ഇൻകം എല്ലാം വര തുടങ്ങി, ഒരു 75,000 രൂപ ബാക്കിയായി എന്ന് വിഷയം കിട്ടിയെങ്കിൽ ബണ്ട വർഷ കമ്മിറ്റിക്ക് 360 ആള് കൂടെ നണ്ട പ്രസിഡന്റ് കൂടുതൽ വിഷയമല്ലവാ. നായി ചെന്ന സ്റ്റൈലിൽ നിങ്ങൾ ആക്കി നിങ്ങമേ ഹലോ സാർ അല്ലേ? പൈസ കാസിദ്ദോണു ബാസു പൈസ മാലി 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 മാലി. ആഖിർ സമാന്റെ അടയാളമായി മുസ്തഫായ റസൂലുള്ള പറഞ്ഞു, എന്റെ സമുദായത്തിനൊരു നാള് വരാനുണ്ട്, അന്നവരുടെ എല്ലാമായ നോട്ടവും ആഗ്രഹവും പ്രതീക്ഷയും മാലി 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 മാലി. പൈസ 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 പൈസ. എന്തിനും പൈസ, ഏതിനും പൈസ. ഇത്ര തരണോ പൈസ വേണം. ഏതോ ഒരാടത്തൊരു ഉമ്മ മരിച്ചല്ലോ ഉസ്താദ്. ഒരു ജാഗല് ഒരു ഉമ്മ മരിച്ചിട്ടാകുമ്പോ ഉമ്മാനെന്താക്കി കുളിപ്പിച്ച് കഫൻ ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് പള്ളിയോടെ മറമാടി. നിങ്ങൾ മൊബൈൽ ചില്ലോണ്ടുള്ളാറ എന്നിട്ട് നോക്കില്ലേന്ന്. പള്ളിയോടെ കൊണ്ടുപോയിട്ട് മറമാടിയിട്ട് എല്ലാം ആയിട്ട് മണ്ണെല്ലാം ഇട്ടിട്ട് മീസാൻ കല്ലിന്റെ അവിടെ 4 നൊച്ചിന്റെ കോളെല്ലാം നട്ടിട്ട് പിറ പറമ്പത്തുകോ ഇപ്പറ പറമ്പത്തുകോ മോൻ ചെന്ന പോലെ ഉസ്താദോട്ട മുക്കുറി ഉസ്താദ് നന്റെ ഉമ്മ സ്വർഗത്തിലാ വേണായിട്ട് നിങ്ങൾ ദ്വാരക്കണം ഉസ്താദ്. ഭയങ്കര ബേജാറില് മോമല്ലപ്പ ഉസ്താദ്, എന്റെ ഉമ്മ സ്വർഗത്തേക്ക് പോക വേണായിട്ട് നിങ്ങൾ ദ്വാരക്കണോ? അപ്പൊ ഉസ്താദ് ചൊല്ലുക, നിന്റെ ഉമ്മ സ്വർഗത്തിലാ നരകത്തിലാ, നന്റെ പൈസ താൻ 500. മീസാൻ തുണിയല്ല കട്ടാക്കിയല്ലേ, കവൻ തുണിയല്ല. വാടവായി നക്കന്റെ നന്റെ പൈസ വേണ്ടാൻ. എല്ലാരും അല്ല എല്ലാവർക്കും ഇപ്പൊ പൈസ. എത്രത്തോളം നീ പൈസ ആക്കും? ഞങ്ങളുടെ പൈസ കള്ള് കൊട്ട് വിറ്റിട്ട് പൈസ ആക്കുന്നവരുണ്ട്, കഞ്ചാവ് കച്ചവടം ചെയ്തിട്ട് പൈസയാക്കുന്നവരുണ്ട്, ബഡ്ഡിക്ക് കൊടുത്തിട്ട് ബഡ്ഡി വാങ്ങിയിട്ട് ബഡ്ഡിന്റെ ആളെ കാട്ടിയിട്ട് കമ്മീഷന് വാങ്ങിയിട്ട് ഹറാമായ നിലക്കെല്ലാം പൈസ വാങ്ങുന്നവരുണ്ട്. ഇല്ല, ചീഞ്ഞ മീനിനെ നല്ലപോലെ ഐസിട്ട് കൊണ്ടുവന്നിട്ട് ഡിസ്പ്ലേയിൽ വെച്ചിട്ട് 1.5 മീനാണ് ദക്കന്റെ മീന്, ബന്ദറിലെ മീൻ എന്ന് പറഞ്ഞിട്ട് ചീഞ്ഞ മീന് കൊണ്ടുവന്നിട്ട് കച്ചവടാക്കുന്നവരില്ല. മരുന്നിട്ട് 1.5 ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് നല്ല നാടനാണ്, മരുന്നടിക്കാത്തതാണ്, കെമിക്കൽ മുക്തമാണെന്ന് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്നവരില്ല. സുബ്ഹാനല്ലാഹ്. സമ്പാദിക്കുന്നത് ഹലാലായ നിലക്കാവണേ, വിനിയോഗിക്കുന്നതും ചെലവാക്കുന്നതും അല്ലാഹ് പൊരുത്തപ്പെടുന്ന നിലക്കാകണേ. കളികളത്തിലേക്ക് കൊടുത്താൽ ഗ്രൗണ്ട് വീസ് കെട്ടാൻ, പ്രഥമ ബഹുമാനം കൊടുക്കാൻ, ഡേണേറ്റ് മാച്ച് കളിക്കുമ്പോ അവിടെ പ്രഥമ ബഹുമാനം കൊടുക്കാൻ നീ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹ്ക്ക് പൊരുത്തമല്ലോ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നീ മറുപടി പറയാതെ പറ്റില്ല. നല്ല പോലെ കേട്ടോ.
അല്ലാഹു തആലാന്റെ മുമ്പിൽ നിന്റെ മുതലിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാം. ഞാൻ നേരത്തെ പറഞ്ഞല്ല, 5 കാര്യങ്ങൾ ചോദിക്കാതെ നിന്റെ കാലനക്കാൻ വിടല. അതിൽ 5-മത്തത് ഒരു ചോദ്യമാ, പക്ഷേ അതിൽ ഉപചോദ്യമായിട്ട് മറ്റൊന്നുണ്ട്. അൻമാലിഹി, നിന്റെ സ്വത്ത്, നിന്റെ ബാങ്ക് ബാലൻസ്, നിന്റെ കീശലുള്ള കാസ്, നിന്റെ പൈസ. മിന്നൈനിക്തസബഹു മിന്നൈനിക്തസബഹു വഫീമാ അൻഫഖ, നീ എങ്ങനെ പൈസാക്കിയ, നീ എങ്ങനെ ചെലവാക്കിയ, ഈ രണ്ടിനും മറുപടി പറയാതെ അല്ലാഹ് നിന്നെ വിടില്ല. ഇതോട് നീ പൈസ ഇതെങ്ങനെ സമ്പാദിച്ചു? കട്ടതാണോ, കൊള്ളയടിച്ചതാണോ, കഞ്ചാവ് വിറ്റിട്ടുള്ള പൈസയാണോ, അതല്ലെങ്കിൽ സിംഗിൾ നമ്പർ ലോട്ടറി സിംഗിൾ നമ്പർ എടുത്തിട്ട് കിട്ടിയതാണോ, ഹറാമിലൂടെ സമ്പാദിച്ചതാണോ? അപ്പല്ലാനോട് പറയണം, അല്ല അല്ലാഹ്, ഹറാമിലൂടെ ഞാൻ സമ്പാദിച്ചിട്ടില്ല അല്ലാഹ്. അത് പറയണമെങ്കിൽ ആ നിലക്ക് ജീവിക്കണ്ടേ, ആ നിലക്ക് സമ്പാദിക്കണ്ടേ. തിന്നുന്നതും അങ്ങനെയാവണ്ടേ, കൊടുക്കുന്നതും അങ്ങനെയാവണ്ടേ, കൊടുത്തത് അല്ലാഹ്ക്കാവണ്ടേ. ആവണ്ടേ ആവണ്ടേ. ഞങ്ങൾക്ക് എങ്ങനെങ്കിലും കിട്ടിയെങ്കിൽ മതി. ആര് തയങ്ങോ എങ്ങനെ അയങ്ങോ, കട്ടതാ കൊന്നതാ കൊണ്ടേ കൊണ്ടാ അല്ലേ? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഒരു പരകുടിക്ക് ചെന്നു, വീട് കുടിക്ക് ചെന്നു. സുബ്ഹാനല്ലാഹ്, പരകുടിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു നോക്കുമ്പോ വലിയ പോര, വിചാരിച്ചതിനേക്കാളും വലിയ പോര. ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ ആ പുരക്കാരനെ വിളിച്ചിട്ട് ചോദിച്ചു, വല്ല നിനക്ക് ശമ്പളം എത്ര, നിനക്ക് പണിയെന്ത്, ജോലി എന്ത്, പണിയെവിടെ, ശമ്പളം എത്ര എന്ന് ചോദിക്കുമ്പോ അവൻ പണി പറഞ്ഞു, ജോലി പറഞ്ഞു, ശമ്പളം പറഞ്ഞു. കണക്ക് കൂട്ടി നോക്കുമ്പോ എങ്ങനെ ബാലൻസ് ആക്കിയെങ്കിലും ഈ ടൈമിന്റെ ഉള്ളിൽ ഇത്ര വലിയ പുര കെട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ 1 കിലോയിലെന്തോ തിരിമറി ആക്കിയിട്ട് വേണോ, അല്ലെങ്കിൽ ആരെന്തെങ്കിലും കട്ടിട്ട് വേണോ, അല്ലെങ്കിൽ വട്ടിക്ക് ലോൺ എടുത്തിട്ട് വേണോ, അല്ലേ അല്ലേ വേണ്ടേ? അല്ലാണ്ട് ഇപ്പൊ ഈ പറ ഇത്ര നിലക്ക് പൊന്താലോ, നിനക്ക് അങ്ങനത്തെ ബിസിനസ് ഇല്ല എന്നല്ലേ നീ പറഞ്ഞേ? മഹാനായ കണ്ണിയത്തോട് ചോദിച്ചിട്ടാകുമ്പോ ആ പുരക്കാരൻ കക്കാബുക്കിയായി. അയാൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല, അയാൾ ബേജാറായി. മഹാനായ കണ്ണിയത്തോനോട് പറഞ്ഞാലോ, പൊന്നുമോന് ബേജാറാക്കണ്ട, ഞാന് പോന്ന്, വേറെ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് പുരകുടിയാക്കിക്കോ, ഈ പുരകുടിയാക്കി തരാൻ ഈ അഹമ്മദില്ല. എങ്ങനെയുണ്ട് കണ്ണിയത്തോർ? എന്നെ പോലത്തെ മൊലിയാറ് അങ്ങനത്തെ പുര മുന്നേ കൂടിയാക്കിട്ട് കൊടുക്കും. എന്ത് ഡബിൾ തട്ടല്ലേ? പാപ്പത്തിന്റെ താകുമ്പോ ചിലപ്പോ യാത്ര കൊത്ത ഇടിക്കും. എന്തല്ല നിക്ക് സൊറ, പൈസക്കാരന് മുന്നേ പോയെങ്കിൽ ഞാൻ മാരും ഉണ്ടല്ല. അവൻ എന്താക്കി പോവും. പൈസ എന്നത് അള്ളാന്റെ സമ്പത്താണ്, വലിയ പരീക്ഷണവുമാണ് നാളെ ആഖിറത്തില്. അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്, അതോടൊപ്പം നിങ്ങൾക്ക് ഫിത്നയുമാണ് അല്ലേ? നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഫിത്നയും അനുഗ്രഹമാകുന്ന 2 കാര്യമുണ്ട്. ഒന്ന് നിങ്ങളെ മക്കള്, ഒന്ന് നിങ്ങളെ സമ്പത്ത്. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളെ പൈസ, അത് നിങ്ങൾ അതിന്റെ വേണ്ട പോലെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ, സമ്പാദിച്ചില്ലെങ്കിൽ, വിനിയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്കത് ദുനിയാവിലും ആഖിറത്തിലും നാശമാണ്, ഫിത്നയാണ്, ശാപമാണ്. അത് വേണ്ടതുപോലെ അനുവദനീയമായ രീതിയിൽ സമ്പാദിക്കുകയും വിനിയോഗിക്കുകയും ചെലവാക്കുകയും ചെയ്താൽ നിങ്ങൾക്കത് അനുഗ്രഹമാണ്, ബർക്കത്താണ് ദുനിയാവിലും ആഖിറത്തിലും. മക്കളും മകന്, നിങ്ങളെ കരളിന്റെ കഷ്ടങ്ങളാകുന്ന മക്കളും മകന് മട്ടം പോലെ നല്ല സംസ്കാരം കൊടുത്തിട്ട്, കൾച്ചർ പഠിപ്പിച്ചിട്ട്, ദീന് പഠിപ്പിച്ചിട്ട്, മതവിദ്യാഭ്യാസം പഠിപ്പിച്ചിട്ട്, ഇതുപോലത്തെ ദീനി മജ്ലിസുകളിൽ കൊണ്ടുവന്നിരുത്തിയിട്ട്, മൗലിദിന്റെ സദസ്സിലിരുത്തിയിട്ട് നല്ല പോലെ നല്ല അടക്കത്തോടെ, അച്ചടക്കത്തോടെ മക്കളെ വളർത്തിക്കൊണ്ടുവന്നാൽ ആ മക്കള് നല്ല നിലക്ക് ജീവിക്കും കേട്ടോ. എന്നാ പിന്നെ അവർ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് പിന്നെ അനുഗ്രഹമാണ്. ആ മക്കള് സ്വാലിഹീങ്ങളാണ്.